നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളറടയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിരോധത്തിന് കാരണമായത് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള പണം അച്ഛൻ നൽകാത്തതും സ്വാതന്ത്ര്യം നൽകാത്തതുമാണെന്ന് മകൻ പോലീസിനോട് പറഞ്ഞെങ്കിലും പലതിലും അവ്യക്തത നിലനിൽക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ചെന്നൈയിൽ താമസമാക്കിയ സഹോദരി പ്രജല നാട്ടിൽ വരാനിരുന്ന ദിവസമാണ് അച്ഛനെ പ്രജിൽ കൊലപ്പെടുത്തിയത്. അന്നേ ദിവസം പ്രജല നാട്ടിൽ എത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രജലയെയും പ്രതി പ്രജിൻ കൊലപ്പെടുത്തുമായിരുന്നുവെന്നാണ് എല്ലാത്തിനും സാക്ഷിയായ അമ്മ സുഷമ വെളിപ്പെടുത്തിയത്. വർഷങ്ങളായി കിളിയൂരിൽ ബ്രദേഴ്സ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുകയാണ് ജോസ്. സാമ്പത്തികമായി തരക്കേടില്ലാത്ത കുടുംബത്തിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ അറിവില്ല. അച്ഛനെ ബിസിനസ്സിൽ സഹായിച്ചു വരികയായിരുന്നു പ്രജിൻ. കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യയും ഏകമകനുമായ പ്രജിനും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ജോസിന്റെ മൃതദേഹം അടുക്കളയിലായിരുന്നു കിടന്നത്. പെട്ടെന്നുള്ള ദേഷ്യത്തിനാണ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന മകൻ പ്രജിന്റെ മൊഴി പോലീസ് തള്ളിക്കളയുകയായിരുന്നു. പ്രജിൻ സ്വബോധത്തോടെ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും പ്രജിൻ പറഞ്ഞു. എന്നാൽ പ്രജിന്റെ വാക്കുകൾ പോലീസ് വിശ്വാസത്തിലേ എടുത്തില്ല. രാത്രിയിൽ പുറത്തുപോയി വന്ന പ്രജിൻ ഹാളിൽ കിടന്നിരുന്ന അച്ഛനെ വെട്ടുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന് പലതവണ വെട്ടി. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്രകോപനമല്ലെന്നും ജോസിനെ കരുത്തിക്കുട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. വെള്ളറട കിളിയൂർ ചാരുവിളകം ബംഗ്ലാവിൽ ജോസിനെയാണ് ബുധനാഴ്ച രാത്രി 9:30 മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. ജോസും ഭാര്യ സുഷമകുമാരിയും മകനും മാത്രമായിരുന്നു ഈ വീട്ടിൽ ആ സമയം. ഭർത്താവിനെ വെട്ടുന്നത് കണ്ട് മാതാവ് മകനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. സംഭവത്തിന് ശേഷം പ്രജിൻ വെള്ളറട പോലീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. ജീവിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യവും പണവും അച്ഛൻ തരാത്തതിൽ പെട്ടെന്ന് തോന്നിയ വിരോധമാണ് കാരണമെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ മറ്റൊന്നും വിട്ടുപറയാൻ പ്രതി തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചൈനയിൽ MBBS പഠനത്തിന് പോയ പ്രജിൻ കോവിഡ് ബാധയെ തുടർന്ന് നാട്ടിലെത്തുകയായിരുന്നു. പിന്നീട് പഠനം തുടർന്നില്ല. ചൈനയിൽ വീണ്ടും പോയ ഏജന്റിന് വീട്ടുകാർ ഫീസും പണവുമെല്ലാം നൽകിയെങ്കിലും കോളേജിൽ മുഴുവൻ തുകയും അടച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ ചൈനയിലെ കോളേജിലാണുള്ളത്. ഇത് ലഭിക്കാത്തതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നെന്നും കോളേജിൽ പണമടച്ച സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിരവധി തവണ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നതായും പ്രതി പറയുന്നുണ്ട്. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രജിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് വെള്ളറട CI V പ്രസാദും SI റസൽ രാജും പറഞ്ഞു. ആര്യംകൊലയുടെ നടുക്കത്തിലാണ് ഇപ്പോഴും കിളിയൂർ ഗ്രാമം. ബുധനാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സുഷമയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ അടുക്കളയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ജോസിനെയും മൃതദേഹത്തിനരികിൽ ബോധരഹിതയായി കിടക്കുന്ന സുഷമയുമാണ് കണ്ടത്. ചൈനയിൽ MBBS പഠനത്തിനായി പോയി തിരിച്ചെത്തിയ പ്രജിൻ നാട്ടുകാരുമായി വലിയ ബന്ധമൊന്നുമില്ലാതെയാണ് കഴിഞ്ഞിരുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലായിരുന്നു പ്രജിൻ. സുഷമ ദീർഘകാലം ഇസ്രയേലിലെ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നോ എന്ന സംശയത്തിലാണ് പോലീസ്. പ്രജിൻ ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ മറ്റൊന്നും വിട്ടുപറയാൻ പ്രതി തയ്യാറായിട്ടില്ല. കഴുത്തിലും നെഞ്ചിലും വെട്ടിയാണ് അച്ഛനെ കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.